എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രെഡും വെജിറ്റബിൾസും ചേർത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വെജിറ്റബിൾ സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളിയും ഒരു ക്യാരറ്റും ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ നല്ലൊരു ഭാഗം എടുത്തിട്ടുണ്ട്. ക്യാബേജ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചെറിയൊരു കഷ്ണം ക്യാബേജ് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനിയിപ്പോൾ ഇതിൽ എല്ലാ പച്ചക്കറികളും ഇല്ലെങ്കിലും ഇതിൽ ഏതെങ്കിലും 2-3 പച്ചക്കറികൾ മാത്രം ചേർത്ത് നമുക്ക് വെജിറ്റബിൾ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് എല്ലാ പച്ചക്കറികളും ഒരേ വലുപ്പത്തിൽ വളരെ ചെറുതായി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായി അരിയാതെ എല്ലാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാ പച്ചക്കറികളും ഒരേ വലുപ്പത്തിൽ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. തക്കാളി എടുക്കുമ്പോൾ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുകയോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുകയോ ചെയ്യാം. ഇതിപ്പോൾ വെജിറ്റബിൾ സാൻഡ്വിച്ച് ആയതുകൊണ്ട് മുട്ട ചേർക്കാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത മയോണൈസാണ് എടുത്തിരിക്കുന്നത്. മയോണൈസ് മുട്ട ചേർത്തും ചേർക്കാതെയും 2 തരത്തിൽ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടവർക്കായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മയോണൈസിൽ ഉപ്പുണ്ടായിരിക്കും, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് ഫ്രഷായ വലുപ്പമുള്ള കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുക്കാം. ഇതുപോലെ ബ്രൗൺ സൈഡ് കട്ട് ചെയ്ത് മാറ്റണമെന്ന് നിർബന്ധമില്ല. ബ്രൗൺ സൈഡ് കട്ട് ചെയ്ത് മാറ്റാതെയും നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം. ബ്രെഡിന് രുചി കൂടാനും കൂടുതൽ സോഫ്റ്റ് ആവാനും വേണമെങ്കിൽ 2-3 മിനിറ്റ് ഇഡലിപ്പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ആവി തട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് വേണമെന്ന് നിർബന്ധമില്ല, ഇതില്ലാതെയും നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഈ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ മിക്സ് കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. 3-4 ടീസ്പൂൺ വെജിറ്റബിൾ മിക്സ് ബ്രെഡിൻ്റെ മുകളിൽ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മറ്റൊരു ബ്രെഡ് വെച്ച് ഇതുപോലെ ഒരു തവ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസ് കൂടി എടുത്ത് ഇതുപോലെ തന്നെ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ 2 പേർക്കുള്ളതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു മിക്സ് കൊണ്ട് ഏകദേശം 3 പേർക്ക് വരെ സെർവ് ചെയ്യാനുള്ള സാൻഡ്വിച്ച് തയ്യാറാക്കാവുന്നതാണ്. സാൻഡ്വിച്ച് തയ്യാറായി കഴിഞ്ഞാൽ ഇതുപോലെ ട്രയാങ്കിൾ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന വെജിറ്റബിൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ മതി. മറ്റൊരു റെസിപ്പിയുമായി ഉടനെ കാണാം. താങ്ക്